24 എക്സ്ക്ലൂസീവ്. കോട്ടയം പാലാ നഗരസഭയിൽ UDF-ൽ ഭിന്നത രൂക്ഷം. ചെയർപേഴ്സൺ ദിയ പുളിക്കക്കണ്ടത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന് കോൺഗ്രസ് കൌൺസിലർ ബിജു മാത്യൂസ് തുറന്നടിച്ചു. അക്കാര്യം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു. മോഷണാരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ബിജു മാത്യൂസ് രംഗത്ത് വന്നത്. ചെയർപേഴ്സന് കേസ് കൊടുക്കുമ്പോൾ എൻ്റെ പേര് ചേർത്താണോ കൊടുത്തിരിക്കുന്നതെന്നാണ് അറിയുന്നത് കേട്ടോ. ഞാൻ വിശ്വസിക്കുന്നില്ല ആ കൊച്ചിപ്പോഴും അത്രയും തരം താണതാണോ ഈ ലോകത്ത് നമ്മൾ പാലായിലെ ഈ ചെയർപേഴ്സണായി ഉയർത്തി കാണിച്ച വ്യക്തി എന്നുള്ളതിനെ പറ്റിയും എനിക്കിപ്പോൾ ഈ സമയത്ത് വളരെ വിഷമം തോന്നുന്നു. ഏതായാലും ഒരു കാര്യമുണ്ട്, എനിക്കെതിരെ വിശ്വാസമില്ലാത്ത ചെയർപേഴ്സണെ ഞാനോ എൻ്റെ കോൺഗ്രസ് പാർട്ടിയോ ഇനി പിന്തുണയ്ക്കേണ്ടതുണ്ടോ എന്ന് പാർട്ടിയിൽ ഗൗരവമായിട്ട് ഇന്ന് ചർച്ച ചെയ്യുക തന്നെ ചെയ്യും. ടോബി ജോൺസൺ, ടോബി, നമുക്ക് കേൾക്കുമ്പോൾ നമുക്കും വിഷമം തോന്നുക. രാഷ്ട്രീയ ആരോപണ തർക്കമൊക്കെ മനസ്സിലാക്കാം. ഇത് നേരത്തെ എയർപോർട്ട് ആരോണ്ട് അടിച്ചോണ്ട് പോകുന്നു, പരാതി പോകുന്നു. അതിപ്പോൾ പിന്നാലെ ഫോണും വേറെ നാടക അടിച്ചോണ്ട് പോകുന്നു. മോഷണം ഒരു സ്ഥിതി, വാച്ച് അല്ലേ? അപ്പോൾ ഒരു മോഷണ ശ്രമത്തിലൊക്കെ പരാതി വരുന്നത് കേൾക്കുന്നത് നമുക്കും വിഷമമാണ് ടോബി. തീർച്ചയായിട്ടും ഹാഷ്മി, അത് പറയുമ്പോൾ ഈ മോഷണ കുറ്റങ്ങളൊക്കെ ആരോപിക്കുമ്പോഴും അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയം കൂടി നോക്കേണ്ടതുണ്ട്. ഇതിവിടെ നമുക്കറിയാവുന്ന പോലെ 26 സീറ്റാണ് മൊത്തമുള്ളത്. അതിൽ 14 സീറ്റുകളാണ് UDF-നുള്ളത്. അങ്ങനെയാണ് അവർ ഭരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിന് 6 പേരാണ് കോൺഗ്രസിൻ്റെതായിട്ട് വിജയിച്ചു വന്നിരിക്കുന്നത്. അവർക്ക് ഒരു നിലപാടാണ് ഉള്ളതെന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഇന്നലെ ഒരു സംസ്ഥാന നേതാവിൻ്റെ നേതൃത്വത്തിൽ അവർ യോഗം ചേർന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ നിലപാട് ബിജു മാത്യൂസ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനൊരു കേസുമായി പുളിക്കക്കണ്ടം പ്രദേശം അല്ലെങ്കിൽ പുളിക്കക്കണ്ടത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോയ, ചെയർപേഴ്സൺ അടക്കമുള്ളവർ മുന്നോട്ട് പോയ ഒരു പശ്ചാത്തലത്തിലാണ് ചെയർപേഴ്സണിൽ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന് UDF-നെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് നേതാവ് തന്നെ, കോൺഗ്രസ് കൗൺസിലർ തന്നെ പരസ്യമായി ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പിന്തുണ പിൻവലിക്കുമോ എന്ന് നമ്മൾ ചോദിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത് അത് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വം എന്ത് തീരുമാനമെടുക്കുന്നോ അതിനൊപ്പം നിൽക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ചെയർപേഴ്സണിലുള്ള വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടുവെന്ന് കോൺഗ്രസ് നേതാവ് പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റ് കോൺഗ്രസ് കൗൺസിലർമാർക്കും സമാനമായിട്ടുള്ള നിലപാടാണ് ഉള്ളതെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും UDF-ൽ പാലാ നഗരസഭയിൽ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് LDF ഭരണം പിടിച്ചു 40 വർഷത്തിന് ശേഷം. അതിനുശേഷം ഇത്തവണ തിരിച്ച് അവർ UDF ഈ അധികാരം പിടിക്കുന്ന കണ്ടു. പക്ഷേ അവിടെ നിർണായകമായ 3 സീറ്റുകളായിരുന്നു. അതോടൊപ്പം തന്നെ സ്വതന്ത്രയായിട്ട് ജയിച്ച UDF സ്വതന്ത്രയായിട്ട് ജയിച്ച മായ രാഹുലിൻ്റെ പിന്തുണയും നിർണായകമായി. അങ്ങനെയാണ് UDF സംവിധാനം ഒറ്റക്കെട്ടായി ഈ സ്വതന്ത്ര കൗൺസിലർമാരായിട്ട് ജയിച്ച ദിയയെ ചെയർപേഴ്സണാക്കിക്കൊണ്ട് നഗരസഭ ഭരണം പിടിച്ചത്. അവിടെയാണ് ഇപ്പോൾ ഈ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ UDF സംവിധാനം ഒറ്റക്കെട്ടായി പാലായി മുന്നോട്ട് പോകുമോ എന്നാണ് അറിയേണ്ടത്. ഇന്നലെ കോൺഗ്രസ് ഒരു യോഗം ചേർന്നിരുന്നു. ഇന്ന് കേരള കോൺഗ്രസും അതുപോലെ തന്നെ ഈ പുളിക്കക്കണ്ടത്തെ കൗൺസിലർമാർ ഒരുമിച്ചൊരു യോഗം ചേരുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ ബിനു പുളിക്കക്കണ്ടം അടക്കമുള്ളവർ, ചെയർപേഴ്സൺ അടക്കമുള്ളവർ പാലാ നഗരസഭയിലേക്ക് എത്തും. അപ്പോൾ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നൽകാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും പാലാ നഗരസഭയിൽ നാടകീയമായിട്ടുള്ള രംഗങ്ങൾ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഭരണം മാറിയിട്ടും ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ തീരുന്നില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഹാഷ്മി, ആകെ അടിനാശം വെള്ളപ്പൊക്കമാണ് അവിടെ ഉള്ളത്. മൊത്തത്തിൽ മോഷണ പരാതിയും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ആരോപണവും. അവിടെ ഒരു ആദ്യം ഉണ്ടായ പരാതി മർദ്ദനം ഉണ്ടായി, ഇറങ്ങി ഓടിയിട്ടില്ലായിരുന്നെങ്കിൽ അവിടെ ജീവൻ നഷ്ടമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ജീവന് ഭീഷണിയാവുന്ന പോലെ മർദ്ദനം ഒക്കെ ആയിട്ട് ആകെ പ്രശ്നമാണ്. UDF നേതൃത്വത്തോട് പരിഹരിക്കാൻ പറ്റുമെങ്കിൽ തുടങ്ങിയതാണ്, പിന്നീട് മോഷണ പരാതി വരെ എത്തി നിൽക്കുകയാണ്. അപ്പൊ അത് ഏത് തരത്തിലാണ് ഈ പരാതികൾ പോകുന്നതെന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.